വളരെ ആർജവത്വമുള്ള, വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ട് അതൊരു ഭീകര സംഘടനയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ SDP-യുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തി ഈ രാജ്യത്ത് ജിഹാദ് നടപ്പിലാക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വളരെ ഞെട്ടൽ ഉളവാക്കുന്നതല്ലേ? നമുക്കറിയാം, ഈ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും പല തെരഞ്ഞെടുപ്പുകളിലും ഈ SDP-യുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ SDP-യെ ഈ രാജ്യത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ PFI ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തി ഒരു രാജ്യത്തിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം പോപ്പുലർ ഫ്രണ്ട് നടത്തി എന്ന് പറയുന്ന ആ ഒരു വിവരം വളരെ ഞെട്ടൽ ഉളവാക്കുന്നതല്ലേ ശ്രീ ജിജി ജോസഫ്? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ വലിയ ഞെട്ടലായിട്ടൊന്നും നമ്മൾ ഇതിനെ കാണണ്ട. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. PFI നിരോധനം വരുന്നതിന് മുമ്പ് തന്നെ കൈവെട്ട് കേസിലെ പ്രതി അനസ് വഞ്ചിയൂര് ബ്ലോക്ക് ഡിവിഷൻ വഞ്ചിനാട് ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വാഴക്കുളത്ത് നിന്ന് മത്സരിച്ച് ജയിക്കുകയാണ്. മത്സരിച്ച് ജയിച്ച പ്രതി പിന്നീട് കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹം ഇവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഗൂഢാലോചനയിൽ ഒന്നുമില്ല എന്നുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്തും ജയിലിന്റെ അകത്ത് ഇട്ടതൊന്നും. അന്ന് മുതലേ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന തീവ്രവാദ പ്രവർത്തനവുമായിട്ടാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ആകമാനം മുന്നോട്ട് വന്നത്. പക്ഷെ മറ്റൊരു കാര്യം, ഇത് ആദ്യത്തെ അനുഭവമാണോ? അല്ല. ഇതിനു മുമ്പ് സിമി ഉണ്ടായിരുന്നു. സിമി നിരോധിച്ചപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ നടന്ന NDF ആയി. NDF പിന്നെ പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച് കഴിയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മുഖം ഉണ്ടാക്കിയവര്. രാഷ്ട്രീയ മുഖം ഉണ്ടാക്കിയിട്ട് ആ മുഖത്തിലൂടെ അതിന്റെ രജിസ്ട്രേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കുന്നതിലൂടെ അതിനെ നിയമപരമായ ചില പഴുതിലൂടെ അവിടെ നിൽക്കാം എന്ന് കണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഒരു വേദിയാക്കിയെടുത്തു. ഈ വേദിയാക്കിയെടുത്ത സമയത്തെല്ലാം നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടത്, ഈ സംഘടനകള് കേരളത്തിൽ എങ്ങനെയാണ് ക്ലച്ച് പിടിച്ചത്? കേരളമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. കേരളത്തില് ഇതിന്റെ അടിവേര് താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി സഹായിച്ചതാരാണ്? സഹായിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. പാലക്കാട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തുന്നത് SDP-ക്കാരുടെ വോട്ട് വാങ്ങി. അതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ SDP ആയിട്ട് രഹസ്യമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും പുറത്ത് പറയിപ്പിക്കരുത് എന്ന് SDP-കാരൻ കോൺഗ്രസ്സുകാരനെ വെല്ലുവിളിക്കുന്നു. പത്തനംതിട്ടയിലും മറ്റ് ചില പഞ്ചായത്തുകളിലും SDP-യുമായിട്ട് സഖ്യം ചേർന്ന് CPM ഭരണം മുന്നോട്ട് കൊണ്ടുവന്നു. നേരിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ നേരിട്ട് ബന്ധമില്ല. മറ്റവനെ തൊട്ടവന്റെ പുറത്ത് ഞാനൊന്ന് തൊട്ടു എന്ന് പറയുന്ന പോലെയുള്ള ചില ഒഴിഞ്ഞുമാറലും ഒക്കെ ആയിക്കൊണ്ട് ഈ ബന്ധങ്ങൾ തുടർന്നു പോവുകയാണ്. ഈ SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പ്രത്യേകം ചർച്ച നടത്തുകയും ആ ചർച്ചയിലൂടെ രാഷ്ട്രീയപരമായി മുന്നോട്ട് തങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടുള്ള സംഘടനകളാണ് ഇവിടെയുള്ള എല്ലാ സംഘടനയും. അതായത് CPM ഇതിനു മുമ്പ് ആ ചർച്ച നടത്തിയിട്ടുണ്ട്, അത് അവർ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് ഇപ്പൊ അവർക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു തുടങ്ങി. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു തുടങ്ങി. PFI ആയിട്ടല്ല, SDP ആയിട്ടല്ല, ഈ പറയുന്ന എല്ലാ തീവ്രവാദ സംഘടനയുമായിട്ട് തങ്ങൾക്ക് വോട്ട് കിട്ടണം, അത് മാത്രമേ ഇവരെ ലക്ഷ്യമുള്ളൂ. അവരെ പ്രീണിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കണം? അവരുടെ ആളുകളെ എന്തെങ്കിലും കേസിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റു ചില നിയമപരമായ തടസ്സം ഉണ്ടായ അത് മാറ്റിക്കൊടുക്കുക. ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങുക, തിരിച്ച് അവർക്ക് പ്രത്യുപകാരം ചെയ്യുന്ന രീതിയിൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. അതാണ് ഈ നാടിനാപത്ത്. ഈ തീവ്രവാദി സംഘടനകൾ പല മുഖവുമായിട്ട് ഇന്ത്യയിൽ ലോകത്താകമാനം വരും. ഫ്രാൻസിൽ വന്നില്ലേ, UK വന്നില്ലേ, ഇവിടെ എല്ലായിടത്തും ഉണ്ട് തീവ്രവാദി സംഘടനകൾ. ആ തീവ്രവാദി സംഘടനകളുടെ മറ്റൊരു കാര്യം പറയാനുള്ള, ആ തീവ്രവാദി സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അതിന് വലിയ വളക്കൂറാണ് കിട്ടുന്നത്. കോഴിക്കോട് വലിയ ഹമാസ് അനുകൂല പരിപാടി നടത്തുകയും കോട്ടയത്ത് വരുമ്പോൾ ഈ പരിപാടി നടത്താതിരിക്കും. പക്ഷെ ഇത് കോട്ടയംകാരും മനസ്സിലാക്കുന്നില്ല, ഇത് തൃശ്ശൂർക്കാരും മനസ്സിലാക്കുന്നില്ല, ഇത് എറണാകുളംകാരും മനസ്സിലാക്കുന്നില്ല. ഇതിനൊപ്പം അങ്ങ് കൂടുക. ഇടുക്കിക്കാരോ, അവരിതിന്റെയൊക്കെ ഞങ്ങള് മലയോര കർഷകരാണ്, ഞങ്ങളുടെ ജീവവായുവാണ് എന്ന് പറയും. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ ഈരാറ്റുപേട്ട മേഖല കേന്ദ്രീകരിച്ച് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വാഗമൺ കേന്ദ്രീകരിച്ച് ക്യാമ്പ് നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇതിനൊന്നും ആരും മുഖവിലക്കെടുക്കാൻ തയ്യാറല്ല.
അങ്ങനെ മുഖവിലക്കെടുക്കാതെ ഈ മേഖലയിൽ, ഈ രാഷ്ട്രീയ മേഖലയിലൂടെ കയറി വന്ന് രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള സ്ഥിതിയാണ് കൊണ്ടുവരുന്നത്. ഇവരെല്ലാം പറയുന്നത് എന്താ? ഇവര് ഈ ഇതിന്റെ അകത്ത് പർദ്ദയിട്ടുകൊണ്ട് പ്രകടനം നടത്തുന്ന സ്ത്രീകളുണ്ടല്ലോ, ഈ പർദ്ദയിട്ടുകൊണ്ട് നടത്തുന്ന സ്ത്രീകള് പുറത്തിറങ്ങാൻ പറ്റാതെ അവരുടെ മക്കളെ സ്കൂളിൽ വിടുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ താലിബാൻ പറയുന്നത് ഒരാൾ സ്കൂളിൽ പോകണ്ടെന്ന് പറയുന്നത്. ഇവരുടെ മക്കളെ ഇവര് സ്കൂളിലും വിടുന്നുണ്ട്. എന്നാൽ അത് ചെയ്യാതിരിക്കണം. ഞങ്ങൾ അങ്ങനെയാ ജീവിക്കുന്നത്. ഞങ്ങളുടെ മക്കളാരും സ്കൂളിൽ പോകണ്ട. ഇവര് മക്കൾ സ്കൂളിൽ പോകും, ആനുകൂല്യം വാങ്ങിയെടുക്കും, സ്ത്രീകൾക്ക് സംവരണം വേണം, ജോലി സംവരണം വേണം, എല്ലാം വേണം. പക്ഷെ ഇതിലൊക്കെ ഇരുന്നുകൊണ്ട് പറയും അപ്പുറത്ത് താലിബാൻ ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാത്ത താലിബാൻ, അതുപോലെ ആവണം ഈ രാജ്യം എന്ന് പറയുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ആരാണ് കൂടെ പിടിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ഓരോ പ്രശ്നം ഇവർക്ക് അനുകൂലമായിട്ട് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ മുനമ്പത്ത് ഉള്ള ആളുകളെ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വഖഫ് നിയമം കൊണ്ടുവന്നത്? ചുമ്മാ നോട്ടീസ് അയച്ചാൽ മതി, പെട്ടുപോയി. എന്നിട്ട് അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഇങ്ങനെയുള്ള സ്ഥിതിഗതികൾ ഈ രാജ്യത്തുണ്ടാവുന്നതിന്റെ കാര്യം എന്താ? ഇത് ഈ കാലങ്ങളായിട്ട് കോൺഗ്രസ് ഇവർക്ക് മുന്നിൽ അടിയറവ് വെച്ചതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെന്തിനാ? വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രം തീവ്രവാദ പ്രവർത്തനത്തിന് സത്യം പറഞ്ഞാൽ SDPM PFI എന്നല്ല യഥാർത്ഥ തീവ്രവാദി സംഘടന. അവരെ പിന്തുണയ്ക്കുന്നവർ, ഗൂഢാലോചന നടത്തുന്നവർ, അവർക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് യഥാർത്ഥ തീവ്രവാദികൾ.